ഏഴാം ക്ലാസ്സിലെ SCERT സയൻസിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചെടികളുടെ ഏതു ഭാഗത്തു നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്? അതിൽ ആദ്യം കറിവേപ്പ് വേരിലാണ്, ഇഞ്ചിയാണെങ്കിൽ ഭൂകാണ്ഡം, ഇലമുളിച്ചയാണെങ്കിൽ ഇല, കുരുമുളകാണെങ്കിൽ തണ്ട്. ഇനി പറയാൻ പോകുന്നത് സസ്യങ്ങളും സങ്കരീന വിത്തുകളുമാണ്. മുളക് ഉജ്ജ്വല ജ്വാലാമുഖി, പയർ ജ്യോതിക ഭാഗ്യലക്ഷ്മി, നെല്ലാണെങ്കിൽ പവിത്ര അന്നപൂർണ, വെണ്ട സൽകീർത്തി കിരൺ, തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതികളാണ് ജീവാണു വളപ്രയോഗം, സ്യൂഡോമോണസ്, ആസോസ്പൈറില്ലം. വട്ടച്ചാഴി അഥവാ ലേഡി ബഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. ഇനി പിസികൾച്ചർ മത്സ്യകൃഷി എന്നാണ് അറിയപ്പെടുന്നത്. സെറികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ, ഫ്ലോറികൾച്ചർ പുഷ്പകൃഷി, എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ, ക്യൂണികൾച്ചർ മുയൽ വളർത്തൽ, മഷ്റൂം കൾച്ചർ കൂൺ കൃഷി, പൗൾട്രി ഫാമിംഗ് ആണെങ്കിൽ കോഴിക്കൃഷി, ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് കന്നുകാലി വളർത്തൽ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ആസിഡുകൾ എന്നാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണെങ്കിൽ ബേസുകളാണ്. നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളാണ് ഫീനോഫ്താലീൻ, മീഥൈൽ ഓറഞ്ച്. എല്ലാ ആസിഡുകൾക്കും പുളിരുചിയാണ് ഉള്ളത്. എല്ലാ ബേസുകൾക്കും കാരരുചിയാണ് ഉള്ളത്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡുകൾ: മോര്, തൈര് ലാക്റ്റിക് ആസിഡ്, വിനാഗിരിയാണെങ്കിൽ അസറ്റിക് ആസിഡ്, നാരങ്ങയാണെങ്കിൽ സിട്രിക് ആസിഡ്, വാളൻപുളിയാണെങ്കിൽ ടാർട്ടാറിക് ആസിഡ്, ആപ്പിളാണെങ്കിലോ മാലിക് ആസിഡ്, നെല്ലിക്ക അസ്കോർബിക് ആസിഡ്, തക്കാളി ഒക്സാലിക് ആസിഡ്. ഇനി നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ C അടങ്ങിയിരിക്കുന്നു. തൈരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. റബ്ബർ പാൽ കട്ടിയാകാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. ആമാശയത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. രാസവളം, പെയിൻറ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. ഗ്ലാസ് നിർമ്മാണം, മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ബേസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. സോപ്പ്, പേപ്പർ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. മരുന്നുകളിൽ ഉപയോഗിക്കുന്നത് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. രാസോർജത്തെ വൈദ്യോർജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. LED ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നു. ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി CFLന്. CFLനേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി LED ബൾബുകൾക്ക്.
വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു വൈദ്യുത സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ്, ചാലക കമ്പി, വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും. ഒരു സർക്യൂട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടായിരിക്കും. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം ഇതെല്ലാം ചാലകങ്ങൾക്ക് ഉദാഹരണമാണ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. ഉദാഹരണം ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക് തുണികൾ. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.